സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വേൾഡ് എക്കോണമിക് ഫോറം നടക്കുകയാണ്. നീണ്ട 20 വർഷത്തിന് ശേഷം കേരളം ഇത്തവണ ദാവോസിൽ പോയിട്ടുണ്ട്. വ്യവസായ മന്ത്രി പി രാജീവും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘമാണ് ദാവോസിൽ പോയിട്ടുള്ളത്. നീണ്ട 20 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ നിന്ന് ഒരു സംഘം പോകുന്നത്. 2005 ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പോയതാണ്. ഉമ്മൻചാണ്ടി അവിടെ തെന്നി വീണ് കാലൊടിഞ്ഞതുമാണ്. ഒടിഞ്ഞ കാലമായിട്ടാണ് 2006 അദ്ദേഹം മത്സരിക്കാൻ പുതുപ്പള്ളിയിൽ വന്നത്. ആ കാര്യം പ്രേക്ഷകർക്ക് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. അതിനുശേഷം പിന്നെ 20 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ രാജീവ് പോകുന്നത്. ഇപ്പോൾ രാജീവ് പോകുന്നതിനെക്കുറിച്ച് നിയമസഭാ സമ്മേളനം നടക്കുന്നതിൻ്റെ ഇടയിൽ പോകുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വാർത്ത ഉണ്ടായിരുന്നു. 10 കോടി രൂപ ചെലവഴിച്ച് എന്തിനാണ് രാജീവ് അവിടെ വരെ പോകുന്നതെന്ന് ചോദ്യമുണ്ടായിരുന്നു. മുമ്പ് ഉമ്മൻചാണ്ടി പോയ സമയത്ത് ആ ചോദ്യങ്ങൾ ആരും ചോദിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും 2 വർഷം മുന്നേ തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ സമയത്ത് രാജീവ് എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ എന്തിനു പോകുന്നു എന്നാണ് ചോദിച്ചത്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളോട് കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണോ പോകുന്നത് എന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാടും ആന്ധ്രാപ്രദേശും കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റുകൾ അവിടുന്ന് തൂത്തുവാരിക്കൊണ്ട് വരുമ്പോൾ കേരളം എന്തിനാണ് പോകുന്നത്, വെറും കൈയോടെ മടങ്ങി വരാനല്ലേ എന്ന ചോദ്യമുണ്ട്. എന്നാൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കുള്ള മറുപടി ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥനും ദുരന്ത നിവാരണ വിദഗ്ധനുമായിട്ടുള്ള മുരളി തുമ്മാരോടി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ട പോസ്റ്റാണ്, വളരെ ഇൻഫോർമേറ്റീവായ പോസ്റ്റാണ്. അതിലദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദാവോസിൽ നിന്നും കേരളം പഠിക്കേണ്ടത്. ദാവോസിൽ വേൾഡ് എക്കോണമിക് ഫോറം ആയിരുന്നുവല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് മുതൽ ലോകത്തെ അനവധി ലോക നേതാക്കൾ, ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപന്മാർ എല്ലാവരും എത്തിച്ചേരുന്ന ലോകത്തെ ഏറ്റവും പ്രശസ്തമായ മീറ്റിങ്ങുകളിൽ ഒന്നാണ് WEF. 130 രാജ്യങ്ങളിൽ നിന്നായി 50 രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെ 3000 പ്രതിനിധികളാണ് സമ്മേളനത്തിന് ഉണ്ടായിരുന്നത്. ഈ വർഷം ട്രംപ് പ്രസിഡന്റായ അന്ന് തന്നെയാണ് ഫോറം തുടങ്ങിയത്. ആയതിനാൽ അദ്ദേഹം ഓൺലൈനായിട്ടാണ് പങ്കെടുത്തത്. കേരളത്തിൽ നിന്നും വ്യവസായ മന്ത്രി ശ്രീ പി രാജീവിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘം ഉണ്ടായിരുന്നു. പതിവ് പോലെ 10 കോടിയുടെ ദൂരത്ത് മഹാരാഷ്ട്രയ്ക്ക് ലക്ഷം കോടികളുടെ നിക്ഷേപം ലഭിച്ചപ്പോൾ കേരളത്തിനൊന്നും കിട്ടിയില്ല തുടങ്ങിയ നെഗറ്റീവ് വാർത്തകൾക്കൊപ്പം ദാവോസ് മീറ്റിങ്ങിനെ പറ്റി വിശദമായ ഒരു റിപ്പോർട്ടും കണ്ടില്ല. ജനീവയിൽ അനവധി വർഷം ജീവിച്ചതിനാൽ വേൾഡ് എക്കോണമിക് ഫോറവുമായി ഔദ്യോഗികമായി ഇടപെടാൻ അനവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ WEF ദാവോസ് മീറ്റിംഗ്, അതിൻ്റെ സാധ്യതകൾ, കേരളം എന്ത് ചെയ്യണം എന്നതിനെല്ലാം കുറിച്ച് എൻ്റെ അറിവും ചിന്തകളും പങ്കുവെക്കാം. 1. വേൾഡ് എക്കോണമിക് ഫോറം എന്നത് വർഷാവർഷം ദാവോസിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് മാത്രമല്ല, ഒരു പ്രസ്ഥാനമാണ്. 1971 ഡോക്ടർ ക്ലൗസ് ഷ്വാബാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. അനവധി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കേന്ദ്രമായ ജനീവയിലെ ഏറ്റവും ഡൈനാമിക് ആയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് WEF. 100 കണക്കിന് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ജനീവയിൽ കൂടാതെ ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, ബെയ്ജിംഗ്, ടോക്കിയോ എന്നിവിടങ്ങളിൽ ഇവർക്ക് ബ്രാഞ്ചുകളുമുണ്ട്. എല്ലാ വർഷവും ജനുവരിയിൽ ദാവോസിൽ നടക്കുന്ന വാർഷിക സമ്മേളനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ്. ഇതുകൂടാതെ 3-4 പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ മറ്റ് നഗരങ്ങളിൽ അവർ നടത്തുന്നുമുണ്ട്. 6. ദാവോസ് എന്നത് വാസ്തവത്തിൽ സ്വിറ്റ്സർലൻഡിലെ ഒരു ചെറിയ ഗ്രാമം മാത്രമാണ്. വെറും 10,000 ആളുകളാണ് അവിടുത്തെ ജനസംഖ്യ. ഒരു മെയിൻ റോഡിന് അപ്പുറവും ഇപ്പുറവുമായി 1 കിലോമീറ്റർ നീളത്തിൽ ഒരു ചെറിയ നഗരം. ഇതാണ് ദാവോസ്. വർഷാവർഷം രാഷ്ട്രത്തലവന്മാരും കോർപ്പറേറ്റ് ഭീമന്മാരും ഒക്കെ എത്തുമെങ്കിലും ഇവിടെ ഒരു വിമാനത്താവളം പോലുമില്ല. ജനീവയിലോ സ്യൂറിക്കിലോ ഇറങ്ങി ഹെലികോപ്റ്ററിലോ ട്രെയിനിലോ കാറിലോ വേണം ദാവോസിലെത്താൻ. ഇത്രയും ചെറിയൊരു ഗ്രാമം ഇതിനെ തിരഞ്ഞെടുത്തതും അവിടെ നിന്നും ഒരു ലോക ബ്രാൻഡ് ഉണ്ടാക്കിയതുമായ മാതൃക കണ്ടുപഠിക്കേണ്ടതാണ്. 7. ദാവോസ് എന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേളയോ ഡോണർ മീറ്റിങ്ങോ ഒന്നുമല്ല. ഭാവിയിലെ ലോകത്തെ പറ്റിയുള്ള ചിന്തകളും ആശങ്കകളും പങ്കുവെക്കാൻ ലോക നേതാക്കളും ബിസിനസ് നേതൃത്വവും UN പോലുള്ള ഏജൻസികളും ചിന്തകരും സമ്മേളിക്കുന്ന ഒരു സ്ഥലം. 8. ഇവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫോർമാറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രമുഖരായ 4 മുതൽ 6 വരെ പാനൽ അംഗങ്ങളുള്ള ചർച്ചകൾ നയിക്കാൻ ഒരു മോഡറേറ്റർ. 40 മിനിറ്റ് മുതൽ 55 മിനിറ്റ് വരെയാണ് ചർച്ചകൾക്ക് സമയം. സ്വാഗത പ്രസംഗങ്ങളില്ല. രാഷ്ട്രത്തലവന്മാർക്ക് പോലും സംസാരിക്കാൻ കിട്ടുന്നത് 5 മുതൽ 8 മിനിറ്റ് വരെയാണ്. സദസ്സിൽ ഇരിക്കുന്നവരും പൊതുവെ ലോകത്ത് എവിടെ പോയാലും ആളുകൾ ശ്രദ്ധിക്കുന്ന ചിന്തകൾ ഉള്ളവരാണ്. അവിടെ നിന്നും 3-4 ചോദ്യങ്ങൾ കഴിഞ്ഞു. കൃത്യസമയത്ത് തുടങ്ങുന്നു, കൃത്യസമയത്ത് അവസാനിക്കുന്നു. ഇപ്പോൾ ലോകം ഈ ഫോർമാറ്റിലേക്ക് ചർച്ചകൾ മാറ്റുകയാണ്. ദാവോസ് സ്റ്റൈൽ എന്നൊരു പ്രയോഗം വരെയുണ്ട്. എല്ലാ പാനലിലും സ്ത്രീകൾ ഉണ്ടായിരിക്കും എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാണ് നമുക്ക് ഇത്തരത്തിൽ കാര്യക്ഷമമായി ചർച്ചകൾ നടത്താൻ കഴിയുന്നത്. മീറ്റിങ്ങിനെത്തുന്ന 3000 പേർക്കും അതിനപ്പുറം ഓൺലൈനായി തത്സമയവും പിന്നീട് റെക്കോർഡായും WEF മീറ്റിങ്ങുകൾ ലോകത്തിന് ലഭ്യമാണ്. 10. ചർച്ചകൾക്കുമപ്പുറം ദാവോസിൽ എത്തിയിരിക്കുന്ന മിക്ക പ്രതിനിധികളും സാധാരണഗതിയിൽ ഒരേ സമയത്ത് ഒരേ ഇടത്ത് എത്താൻ സാധ്യത ഉള്ളവരല്ല. സമയത്തിന് വളരെ വിലയുള്ളവർ താനും.
അവരുമായി ഒറ്റയ്ക്കോ കൂട്ടമായോ നടത്തുന്ന ചർച്ചയ്ക്കുള്ള അവസരമോർത്താണ് കൂടുതൽ പ്രതിനിധികളും ദാവോസിൽ എത്തുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രി ഡിന്നർ മീറ്റിംഗ് വരെ 14 മണിക്കൂറും മീറ്റിങ്ങുകളാണ്. വരുന്ന ഓരോ പ്രതിനിധിയും 50-60 മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യും. 11 ആനുവൽ മീറ്റിങ്ങിനും റീജിയണൽ മീറ്റിങ്ങിനും അപ്പുറം വേൾഡ് എക്കോണമിക് ഫോറം വിവിധ വിഷയങ്ങളിൽ സ്ഥിരമായി ഗവേഷണങ്ങൾ നടത്താറുണ്ട്, പ്രസിദ്ധീകരണങ്ങൾ പുറത്തു കൊണ്ടുവരാറുണ്ട്. വേൾഡ് എക്കോണമിക് ഫോറത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഞാൻ മാതൃകയെ എടുക്കുന്ന ഒന്നാണ്. 12 നിർമ്മിത ബുദ്ധിയുടെ വരവിനെപ്പറ്റി, അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റി ഒക്കെ ഏറ്റവും ആദ്യം ലോകത്തിന് മുന്നറിയിപ്പ് നൽകി തുടങ്ങിയത് WEF ആണ്. 4ാം വ്യവസായ വിപ്ലവം എന്ന വിഷയത്തിൽ പുസ്തകമിറക്കിയതും ആ വാക്ക് പ്രശസ്തമാക്കിയതും ഡോക്ടർ ക്ലൗസ് ഷാബ് ആണ് 2016. ഈ വർഷത്തെ തീം കൊളാബറേഷൻ ഓഫ് ദ ഇൻ്റലിജൻറ്റ് ഏജ് എന്നതാണ്. സമ്മേളന നഗരിയിൽ എവിടെയും നിർമ്മിത ബുദ്ധിയുടെ സന്ദേശങ്ങളും പ്രയോഗങ്ങളുമാണ്. 13 എൻ്റെ ഔദ്യോഗിക കപ്പാസിറ്റിയിൽ ഞാൻ WEFുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും ജനീവയിൽ പോകാറുമുണ്ട്. ഞങ്ങളുടെ മീറ്റിങ്ങിൽ അവിടെ നിന്നുള്ളവർ പങ്കെടുക്കാറുമുണ്ട്. ഏറെ ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അടുത്തിടയ്ക്ക് ഒരു മലയാളി പെൺകുട്ടി അവിടെ ജോലി കിട്ടിയത് പറഞ്ഞിരുന്നു. ഇൻ്റർനാഷണൽ പോളിസി രംഗത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും അവരുടെ കരിയർ സൈറ്റ് സന്ദർശിക്കണം. ഇടയ്ക്കൊക്കെ കേരളത്തിൽ നിന്നും മന്ത്രിമാർ WEFിൽ പങ്കെടുക്കാറുണ്ട്. 2006 സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ശ്രീ ഉമ്മൻചാണ്ടി അവിടെ തെന്നി വീണ് കാലൊടിഞ്ഞപ്പോഴാണ് നമ്മൾ WEFിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ വർഷം ശ്രീ രാജീവും സീനിയർ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരികയും വേൾഡ് എക്കോണമിക് ഫോറത്തെ ഒരു മീറ്റിംഗായി കാണുകയും ചെയ്യുന്ന രീതി മാറ്റി WEF എന്ന പ്രസ്ഥാനത്തെയും അവരുടെ ഗവേഷണങ്ങളെയും കൂടുതൽ അടുത്തറിയുകയും അവരുമായി ദീർഘകാല ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യണം. അവർ മീറ്റിങ്ങുകൾ നടത്തുന്ന രീതി ഒരു ചെറിയ ഗ്രാമത്തിൽ ഇത്തരത്തിൽ ഒരു ആഗോള കൂട്ടായ്മ നടത്തി വിജയമാക്കുന്നത്, ഇതിൽ നിന്നൊക്കെ പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. എൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങളാണ് ഇനി ഉള്ളവ. 1. ഇനി വരുന്ന എല്ലാ വർഷവും WEFിൽ പങ്കെടുക്കുമെന്ന് നയപരമായി തന്നെ തീരുമാനിക്കുക. പറ്റിയാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു സംഘം, അതിപ്പോൾ 10-15 ആയാലും കൂടെ ഉണ്ടാകണം. ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങൾക്ക് ദീർഘകാല പ്രയോജനമുണ്ട്. അതിന് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും നഷ്ടമല്ല. ആനുവൽ മീറ്റിങ്ങിൽ മാത്രമല്ല WEF എന്ന പ്രസ്ഥാനമായി കൂടിയും ദീർഘകാല ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുക. സാധിക്കുമെങ്കിൽ ഒരു WEF സമ്മേളനം കേരളത്തിൽ സംഘടിപ്പിക്കുക. നമ്മുടെ ഉദ്യോഗസ്ഥരെയും യൂണിവേഴ്സിറ്റികളുടെ ഗവേഷകരെയും ഹ്രസ്വകാലത്തേക്ക് WEFിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. WEF മാതൃകയിൽ ഒരു ഇന്ത്യ എക്കോണമിക് ഫോറം കേരളത്തിൽ സ്ഥാപിക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. ഇന്ത്യയുടെ ഭാവിയുടെ ചിന്തകൾക്ക് നേതൃത്വം നൽകുന്ന ചർച്ചകൾ നടത്തുന്ന ഒരു സ്ഥലമായി അടുത്ത 10 വർഷത്തിനകം ഇത് മാറ്റിയെടുക്കാനുള്ള വിഷൻ നമുക്ക് വേണം. ഇന്ത്യയിൽ എവിടെ നിന്നുമുള്ള രാഷ്ട്രീയ നേതൃത്വം, ബിസിനസ് നേതൃത്വം, അക്കാദമിക് നേതൃത്വം, യുവ നേതൃത്വം ഒക്കെ വരുന്ന ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റണം. അതിന് പറ്റിയ ഒരു വിഷണറിയ ആളെ ഈ കാര്യം ഏൽപ്പിക്കുകയും വേണം. 4. ഇത്തരത്തിൽ ഒരു സ്ഥാപനമായി വെഫിനെ ബന്ധിപ്പിച്ചാൽ ലോകമാതൃകയുമായി നമുക്ക് അടുത്ത് ബന്ധപ്പെടാനാകും. നമ്മുടെ ചർച്ചകളും ചിന്തകളും ലോക നിലവാരമായി വർഷാവർഷം ബന്ധിപ്പിക്കാനും സാധിക്കും. 5. മുൻപ് പറഞ്ഞ പോലെ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ ദാവോസ് സ്റ്റൈൽ പാനൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക. സമയത്തിന് മീറ്റിങ്ങുകൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും തുടങ്ങി രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെട്ട് എന്നാൽ ഒരാൾക്കും കൂടുതൽ പ്രാധാന്യം നൽകാത്ത പാനലുകൾ, കൃത്യമായ സ്ത്രീ സാന്നിധ്യം, 1 മണിക്കൂർ മാത്രം നീളുന്ന ചർച്ചകൾ, 10 മിനിറ്റിൽ കൂടാത്ത പ്രഭാഷണം, ചോദ്യോത്തര സെഷൻ, 30 സെക്കൻഡിനുള്ളിൽ പ്രഭാഷകരെ പരിചയപ്പെടുത്തുന്നതും നന്ദി പറയുന്നതും വരെ നാം ശീലിക്കണം. വെഫിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഓരോ വർഷം വിവാദമാക്കുന്നതും വെഫിനെ എത്ര നിക്ഷേപം കിട്ടി എന്ന തരത്തിൽ അളന്നു നോക്കുന്നതും നമ്മുടെ അറിവും പക്വതയും ഇല്ലായ്മയാണ് കാണിക്കുന്നത്. കേരളം മാറുകയാണ്, ലോകം അത് ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തെപ്പറ്റി കേരളത്തിലുള്ളവർക്ക്, പ്രത്യേകിച്ചും ഇവിടെ പൊതുബോധം സൃഷ്ടിക്കുന്നവർക്ക് കുറച്ചുകൂടി പോസിറ്റീവ് ചിന്തകളാകാം എന്ന് പറഞ്ഞാണ് മുരളി തുമ്മാരൂരുടെ പോസ്റ്റ് അവസാനിക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. വീണ്ടും ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി, ഇൻവെസ്റ്റ്മെൻറ്റ് തുകയുടെ അളവ് പരിശോധിച്ചല്ല WEFിൽ പോകേണ്ടത്. വീണ്ടും പോകണം. അടുത്തവണ മുഖ്യമന്ത്രി തന്നെ പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുരളി തുമ്മാരൂടി. അത്ര സുപ്രധാനമാണ്, കേരളത്തിൻ്റെ ഭാവിക്ക് വളരെ സുപ്രധാനമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് മുരളി തുമ്മാരൂടി. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇതോടെയാണ് അവസാനിക്കുന്നത്. അത്ര സുപ്രധാനമാണ്. ഇതിൽ നിന്നെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷം പഠിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.